നീഞ്ഞു വന്നേ. ഇത് മോനാ ശ്രീനി. അടുത്തൊക്കെ കഴിഞ്ഞു. ഇവൻ എവിടെയെങ്കിലും ഒരു പണിയാക്കി കൊടുക്കണം. ഇവിടെ നിന്നാ വഷളാവേ ഉള്ളൂ. BA പാസ്സായി. പഠിച്ചതിന്റെ ദോഷിയായതൊക്കെ. ഞാൻ ഈ പട്ടും ചുറ്റി വാളും പിടിച്ച് നടക്കുന്നത് ഇവന് പുച്ഛ. ഷടാ, ലോകം പുരോഗമിച്ചെന്ന് കരുതി തന്ത സദ്യയല്ലാതായി പോവോ? എന്നാ ഞങ്ങളങ്ങോട്ട് നടക്ക്. അതെ, രാമൻ ജോത്സരെ വിളിക്കണുണ്ട്. സാൻ ഫ്രാൻസിസ്കോ. പതിവില്ലാതെ എന്താ ഈ വഴിക്ക് എന്ന് ആലോചിക്കായിരുന്നു. പതിവില്ലാത്ത പലതും ആണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഇത് അനന്തൻ, ഗായത്രിയുടെ അമാവാസി നാൾ, രാത്രിയിൽ ജനനം, ആയില്യ നക്ഷത്രം. അതെ, അതും വെള്ളിയാഴ്ച. ശിവക്കാവിൽ വെച്ച് എന്താ സംഭവിച്ചെന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ പെട്ടെന്ന് തലയ്ക്ക് വന്ന് വീഴുന്ന വരെ തോന്നി. പിന്നെ മുഖത്തും എന്തോ, പിന്നൊന്നും ഓർമ്മയില്ല. ആഭിചാരത്തിലൂടെ അവൻ ശക്തി പ്രാപിക്കുകയാണ്, മാടമ്പിക്കാരോട് അടങ്ങാത്ത പകയുമായിട്ട്. ചിലപ്പോ ഇതൊക്കെ എന്റെ തോന്നലാവും. കാരണം ശിവപുരത്തെ പറ്റി അമ്മ പറഞ്ഞെന്ന് ഭയപ്പെടുന്ന കഥകള് ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുകയാണ്. ശിവപുരത്ത് നാൽക്കാലികൾ ചത്തൊടുങ്ങും, നായ്ക്കൾ പുഴ നീന്തി കയറും, ദുരന്തങ്ങൾ കൊടുങ്കാറ്റാവും, സൽക്കർമ്മങ്ങൾക്ക് ബലക്ഷയം. പരിഹാരം എന്തെങ്കിലും? ഒന്നേ ഉള്ളൂ, ശിവക്കാവിൽ വിളക്ക് തെളിയണം. ഒന്നല്ല, 1000. അതിനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അറിയാം. പക്ഷേ കുട്ടി ഇപ്പൊ അതിനൊന്നും മുതിരണ്ട. അമ്മയുടെ ചിതാഭസ്മം ഈ തറവാട്ടിൽ തന്നെ സ്ഥാപിക്കുക, എത്രയും പെട്ടെന്ന് മടങ്ങുക. അത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. പറഞ്ഞല്ലോ, അതിനൊന്നും ഇപ്പൊ മുതിരണ്ട, എത്രയും പെട്ടെന്ന് മടങ്ങുക. നാളെ തറവാട്ടിലേക്കൊന്ന് വന്നോളൂ, ചരടും ഭസ്മവും ജപിച്ചു തരാം. പിന്നെ അമ്മ പറഞ്ഞു തരാത്ത ഒരുപാട് കഥകൾ ബാക്കിയുണ്ട് ഈ ശിവപുരത്ത്. കാര്യങ്ങൾ കാലേകൂട്ടി കാണാൻ സിദ്ധിയുള്ള ആളാ ജോത്സ്യര്. ഒന്നും നിസ്സാരമായി കാണരുത്. ഇതങ്ങോട്ട് പിടിപ്പിച്ച അനന്ത കുഞ്ഞെ, നല്ല സ്വയംഭൻ സാധനമാണ്. എനിക്ക് വേണ്ട, നിങ്ങൾ പിടിച്ചോ. താൻ ഏതാടോ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് മുമ്പെങ്കിലും ഞാനിവിടെ വന്നിട്ടില്ല, അതാ കാണാത്തത്. എവിടെന്നാ വരവ്? നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഗവാസ്കർ വിസ്കിസ്കോ. പിന്നെന്താ കുടിക്കാത്തത്? ഓ അതെ, ഷാപ്പിൽ വന്നാ കുടിക്കണം. 2 കുപ്പി ഞങ്ങൾക്ക് മാച്ചാട്ടെ. ഓ പിന്നെന്താ, 2 3 കുപ്പി കൊടുക്ക്. ഇതാണോ ദിഗംബരൻ? അയ്യോ അല്ല, ശിവപുരത്തെ കാറ്റുപോലും ദിഗംബരനോട് സംസാരിക്കും. ദ്രോഹിയാകും ഞാൻ. അവൻ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് കൈയും കണക്കില്ല. ഒരിക്കലും എതിർക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ കളരിക്കളത്തിൽ വെച്ച് ചെമ്പന്റെ കണ്ണിൽ വിഷപ്പൊടിയിട്ടയാളെ കാഴ്ച കളഞ്ഞത്. എന്നുവെച്ചാ അന്തരീക്ഷത്തെ വിഷപ്പൊടിയെടുത്തിങ്ങനെ കണ്ണിൽ അത്രേ. മാടമ്പിയിലെ മഹാമാന്ത്രികൻ മാധവക്കുരുക്കൾ മരണക്കിണറ്റിലിട്ടടച്ച ഈ ദിഗംബരന്റെ മുത്തച്ഛൻ സിദ്ധയോഗികളുടെ ശക്തിയാണത്രേ അയാൾക്ക്. കം ഓൺ മാൻ, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പിടിപ്പിച്ചേ, താനെ വിശ്വാസം വരും. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തു. ഇവിടെ പലരും കണ്ടിട്ടുണ്ട് സിദ്ധന്മാരുടെ പ്രേതം. നോ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടില് പോലീസ് നിയമമൊന്നുമില്ലേ? പോലീസ് ഇവിടെ ഒരുത്തനുണ്ട്, പണിക്കര് പോലീസ്. അതെ, ഭാമയ്ക്ക് ബാധ കയറി. എല്ലാരും വന്നേ. ചെമ്പന്റെ പെങ്ങൾ ഭാമയ്ക്കോ? നോക്കി നിന്നാൽ എങ്ങനെയാ? കേക്ക് പാമേ. ഇനി നീ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് വാ. മുമ്പേ പറഞ്ഞ വിശ്വാസമായില്ല, ഇപ്പൊ വിശ്വാസായ?
ആഭിചാരകർമ്മങ്ങളുടെ ശക്തി കാരണമാ ദേഹമാസകലം പൊള്ളുന്ന പോലെ തോന്നും. കാല് നിലത്തുറക്കില്ല. എല്ലാം ദിഗംബരന്റെ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയാ. പാവാ സുഭദ്ര കുഞ്ഞ് ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ലാന്നേ. കഷ്ടം, ഓർമ്മയില്ലാത്തവൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അല്ല, ഈ കുട്ടി ശരിക്കും ആരാ? ചെമ്പന്റെ പെങ്ങളാ. ഏ? ആ ഇയാളുടെ പെങ്ങളോ? അതൊരു വലിയ കഥയല്ലേ. സുന്ദരിയായ ഒരമ്മ. ശ്ശോ, ബാക്കി മറന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. നമ്മള് മുഖത്ത് നോക്കിയ കാര്യം പറയും. ബാക്കി കാര്യം ഞാൻ ഏറ്റി. നമ്മളിപ്പോ എവിടെയാ പോണേ? ദിഗംബരന്റെ വീട്ടിലേക്ക് അതും മറന്നോ? ചെമ്പ ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങൾ ഇത്ര ആളുടെ പുറയിലുണ്ട്. കൊള്ളാം. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചൂടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ. എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടൂടെ? നിന്നെ ഒരിക്കൽ ഞാൻ വെറുതെ വിട്ടു. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. എന്റെ ഭാമയെ വളരെയധികം വശീകരിച്ച് ആഭിചാരത്തിന് ഉപയോഗിക്കുന്ന നിന്റെ ശവമാണ് എനിക്ക് വേണ്ടത്. ചെമ്പാ. ഹൈ. ആയുർരേഖ, ഭാഗ്യരേഖ, ഹൃദയരേഖ. ആയുർരേഖയ്ക്ക് എന്തോ ഒരു ചെമ്പാ, വാ വാ ഇങ്ങോട്ട്. ചെമ്പാ, നിന്റെ ഭാമയുടെ മനസ്സും ശരീരവും എന്റെ കയ്യില്. അവൾ ഇപ്പോഴും കന്യകയായി കഴിയുന്നത് നിന്റെ പുണ്യം. നാഗമാണിക്യവും താളിയോലയും കിട്ടിയാൽ അന്ന് തീരും അവളുടെ കന്യകാത്വം. പിന്നെ ഒരു ബലി. അവളുടെ ചോരയിൽ കിടന്ന് നീ അലറും. പൗർണമി പൂജയിൽ അവളുടെ നഗ്നത ഞാൻ കണ്ടു. അന്ധനായത് നിന്റെ യോഗം. ചെമ്പ, എന്നെ ഒന്നും ചെയ്യരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. പ്രാണശക്തിയിൽ അഗ്രഗണ്യനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. ചെമ്പ, ചെമ്പ. എന്താ അറച്ചുപോയോ? നിനക്ക് കാഴ്ചയില്ലെങ്കിൽ എന്ത്, നല്ല ഉൾക്കാഴ്ചയുണ്ട്. സ്വന്തം ചോരയുടെ മണം തിരിച്ചറിയാൻ കഴിയുന്നവൻ.
എന്റെ വൈദ്യശാലയിൽ കൊണ്ടുപോകാം. വേഗം പോ. വാമേ വാ. നിന്റെ മുത്തച്ഛന്റെ തനി പകർപ്പായി പോയല്ലോടാ നീയും. നീ എല്ലാം നശിപ്പിക്കും. ഈ നാടും വീടും ഒക്കെ നീ നശിപ്പിക്കും. കഴിവറ മോനെ. മരുന്ന് കുടിച്ച് മിണ്ടാതെ കിടന്നോണം. എല്ലാം ചവിട്ടി ഞാൻ. നീ കൊടാ പിടിക്കില്ലടാ. എന്റെ തനി സ്വരൂപം എടുപ്പിക്കരുത്. ദിഗംബര, നയതാം മുൽമൃത്യുഭൂതാം യമഭൂതാം അഭൂമ്പത. മതി, നിർത്ത്. ഏത് ശത്രുക്കളെയാ നിനക്കിപ്പോ നശിപ്പിക്കേണ്ടത്? മാടമ്പിക്കാരെയോ അതോ ഈ നാട്ടിലെ പാവപ്പെട്ടവരെയോ? അക്ഷമനാകാതിരിക്കൂ ജോത്സ്യരെ. എന്റെ കർമ്മങ്ങളുമായി ഈ 4 കെട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു സാത്വികനാണ് ഞാൻ. നീ ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് ദുഷ്കർമ്മങ്ങളാണ്. ഹലോ മിസ്റ്റർ ദിഗംബരൻ. അയ്യോ, നോക്കി പേടിപ്പിക്കല്ലേ. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഐ മീൻ, ഒരു പൂജയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു സഹായമായിട്ട്. അതല്ലേ അതിന്റെ ശരി. അനന്താ, ഇരിക്കൂ. താങ്ക് യു. നല്ല സമയം. സോറി, ഞാൻ അറിഞ്ഞില്ല. ഐ ക്യാൻ റിപ്പയർ ഇറ്റ് ഫോർ യു. സാരമില്ല. ആണോ? റിയലി സോറി കേട്ടോ. പിന്നെ മിസ്റ്റർ ദിഗംബരൻ, ഞാൻ അഡ്വൈസ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. കാരണം ടൈം ഇസ് ദ ബെസ്റ്റ് ഹീലർ. പോകാനല്ലേ പറഞ്ഞേ? ഓക്കെ മിസ്റ്റർ ദിഗംബരൻ, നൈസ് ടു ഹാവ് മെറ്റ് യു. കാണാം. ബൈ.